മെന്തവായ് കാട്ടിനുള്ളിലെ നമ്മളുടെ ജീവിതത്തിന് പതിയെ അവസാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ അവരുടെ കാട്ടിലെ ജീവിതവും അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ട ബേസിക് കാര്യങ്ങളും അവർ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ആധുനിക ലോകത്തു നിന്നും മാറി പ്രകൃതിയോടിണങ്ങി വ്യത്യസ്തമായ മറ്റൊരു ലോകത്തിന്റെ സൗന്ദര്യവും സമാധാനവും ഞങ്ങളെല്ലാവരും അനുഭവിച്ചു കൊണ്ടുമിരിക്കുന്നു. വേട്ടയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന അമ്പുകളിൽ തേക്കാനുള്ള വിഷം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കാട്ടിലെ അവസാനത്തെ ദിവസം കൂടിയാണ് ഇന്ന്. ഫ്രെഡി അവൻ്റെ പണികളിൽ മുഴുകിയിരിക്കുന്നു. അപ്പൂപ്പൻ ചില ആയുധവിദ്യകളൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. അവസാന ദിവസത്തെ ഡിന്നർ കുറച്ച് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് കാട്ടിലുള്ള വീടുകളിൽ കോഴികളെ അന്വേഷിച്ച് പോയതാണ് കുട്ടി. ഒടുവിൽ അതിനെ കിട്ടിയിരിക്കുന്നു. കാട്ടുവിശേഷങ്ങൾ പറഞ്ഞും കുട്ടികളുടെ ഒപ്പം കളിച്ചുമൊക്കെ ഇന്നത്തെ ഈവനിങ് രസകരമാക്കുകയാണ് ഞങ്ങളെല്ലാവരും. വരാൻ പോകുന്ന സങ്കട നിമിഷങ്ങൾക്ക് മുന്നോടിയായുള്ള ചെറിയൊരു സന്തോഷം മാത്രമാണ് ഇതെന്നുള്ളത് കുട്ടികൾ അറിയുന്നില്ല. അവസാന ദിവസത്തെ ഭക്ഷണം എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ കഴിച്ചു. ഇനി യാത്ര പറച്ചിലുകളുടെ നിമിഷമാണ്. നമ്മളെക്കുറിച്ചും നമുക്കൊപ്പമുണ്ടായിരുന്ന ദിവസങ്ങളെക്കുറിച്ചൊക്കെ അപ്പൂപ്പന്മാർ പറഞ്ഞു. ഇവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ചും അത് നമ്മളെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓരോരുത്തരും അവരോടും പങ്കുവെച്ചു. മനസ്സിനെ ഈ യാത്ര ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്ന വേദക്കുട്ടിയും അവളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു. ഉൾക്കാട് കാണുന്ന ആദ്യമായിട്ടാണ് അല്ലേ? പിന്നെ ഞാൻ ചെടിയൊക്കെ കാണുന്നു, ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ എനിക്ക് രണ്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ആപ്പീസും ഫ്രെഡി. You don't forget your friendship with Apis and Freddy. വളർന്നു വലുതായതിനു ശേഷം വീണ്ടും ഇവരെയൊക്കെ കാണാൻ വരണേ എന്ന് ഷമാൻ വേദയോട് പറഞ്ഞു. പിന്നീട് ഈ നാടിന്റെ സംഗീതവും നമുക്കായി പകർന്നു തന്നു. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം, ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം. തലമതിലും മതിരില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. പെൽമുരുക ഹരോഹര ഹോയ്, വേലായുധ ഹരോഹര ഹോയ്, പെൽമുരുക ഹരോഹര ഹോയ്, വേലായുധ ഹരോഹര.
പെണ്ണെ കോയിലാളെ തിത്തിത്താറു ചെയ്തു കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താര തിത്തിത്തേ നമ്മുടെ ഗോപേട്ടനുണ്ടല്ലോ ഇവിടെ വന്നതിന് ശേഷം ഇവരോട് ചോദിച്ച് ലിറിക്സ് ഒക്കെ മനസ്സിലാക്കി ഇവരുടെ പാട്ട് അത് പഠിച്ചിട്ടുണ്ട്. അപ്പം അത് പാടുകയാണ് കേട്ടോ ഒരുമിച്ച്. സൂപ്പർ 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 സൂപ്പർ. അങ്ങനെ നമ്മളെ ഒരു സാറെങ്കിലും പഠിച്ചെടുത്തു. അയ്യോ, നിങ്ങളാണ് പ്രൊഫസർ, നിങ്ങളാണ് യഥാർത്ഥ പ്രൊഫസർ. എന്റെ വയസ്സോ. ശരിക്കും മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനുള്ള പാട്ടുകളുടെ അത്ഭുതകരമായിട്ടുള്ള കഴിവ് ഞങ്ങൾ ഇവിടെ കണ്ടു. വിട പറയലിന്റെ വേദന പറയുന്ന ഈ പാട്ട് അർത്ഥമറിയില്ലെങ്കിലും ഞങ്ങളെ എല്ലാവരെയും സങ്കടത്തിലാക്കി. നമ്മുടെ വേദക്കുട്ടിക്ക് ഇവിടുത്തെ വീട്ടുകാരിയായിട്ടുള്ള അമ്മ അവരുടെ ആ ഒരു ആചാരപ്രകാരമായിട്ടുള്ള ഒരു മാലയുണ്ട്, ട്രഡീഷണൽ മാല. അത് സമ്മാനമായിട്ടൊക്കെ കൊടുത്തു കേട്ടോ. ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞു. എനിക്കും തന്നു കേട്ടോ ഒരു മാലയെ. എന്തൊന്നില്ലാത്ത സ്നേഹം അവർക്ക്. ഇതുവരെ ഉണ്ടായിരുന്നത് സന്തോഷങ്ങളുടെ പ്രഭാതമായിരുന്നു ഈ കാട്ടിലെങ്കിൽ ഇന്നതങ്ങനെയല്ല. വിടപറച്ചിലുകളുടെ, സങ്കടങ്ങളുടെ പ്രഭാതമാണ്. പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിരിക്കുന്നു. വീടൊഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് ഇന്ന് രാവിലെ കളിച്ചിരികളില്ല. എല്ലാവരുടെ ഉള്ളിലും സങ്കടത്തിൻ്റെ ഒരു ചെറുനീറ്റൽ മാത്രം. കാരണം ഞങ്ങളെല്ലാവരും അത്രമേലടുത്തിരുന്നു ഈ കുടുംബവുമായി, ഇവിടുത്തെ ഓരോ അംഗങ്ങളുമായി. യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അവരുടെയൊക്കെ കണ്ണിൽ കണ്ട ആ നനവ് എൻ്റെ ഉള്ളിനെ വല്ലാതെ അലട്ടി. ആപ്പീസിൻ്റെ ആ മുഖം കണ്ടിട്ട് സഹിക്കാനാവുന്നില്ലായിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ എൻ്റെ ആരക്യമായി മാറിയിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതുപോലെ വിഷമകരമായിട്ടുള്ളൊരു യാത്ര പറച്ചിൽ എനിക്കിതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഈ കാട്ടിലേക്ക് അത്ര വേഗമൊന്നും എനിക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടുകൂടിയായിരിക്കാം. എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങാണ്. ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഓരോ പ്രാവശ്യം തിരിച്ചു പോകുമ്പോഴും ഞാൻ പറഞ്ഞില്ല, ആ ഒരു കണക്ഷൻ, ഇമോഷണൽ ബോണ്ട് ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആപ്പീസിനാണ് കേട്ടോ. ആപ്പീസിനും അങ്ങനെ തന്നെയാണ്. അടുത്ത പ്രാവശ്യം വീണ്ടും വരണം, എല്ലാവരും കാണണം. കാട്ടിലൂടെ നീണ്ട ദീർഘനേരത്തെ നടത്തത്തിനൊടുവിൽ ഞങ്ങൾ തോണിയെടുക്കുന്ന പുഴയുടെ കടവിലേക്ക് എത്തി. ഇനിയുള്ള 1.5 മണിക്കൂർ തിരിച്ച് പുഴയിലൂടെയുള്ള യാത്രയാണ്. ബൈ ബൈ ബൈ. മുൻപേ പോയ തോണി ഞങ്ങളെയും കാത്ത് കടവിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആധുനിക മനുഷ്യവാസമുള്ള മേഖലയിലേക്ക്. ഫൈനലി വി ആർ ബാക്ക്. കാട്ടിനുള്ളിലേക്ക് നമ്മൾ യാത്ര തുടങ്ങിയ അതേ കടവിലേക്ക് തന്നെ തിരിച്ചെത്തി. കടവിലെന്നേരപ്പം ഇവിടുത്തെ സുവനീറുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ വിലപേശി വാങ്ങുകയാണ് ചെയ്യുന്നത്. കാട്ടിനുള്ളിലേക്കും പുറത്തേക്കുമായിട്ട് തോണികളൊക്കെ അതിൽ തന്നെ പോകുന്നുണ്ട്. ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഞങ്ങളൊരു കൗതുകമായി മാറി. ഇന്ത്യൻ രൂപഭാവമുള്ള ആളുകളെ നേരിലവർ വിരളമായാണ് കാണുന്നത്. ഹിന്ദി സിനിമകളും പാട്ടുകളും പക്ഷേ ഇവിടെ വളരെയധികം പ്രസിദ്ധമാണ്.
അതിൽ കണ്ട ആളുകളെ നേരിൽ കാണുമ്പോൾ എന്തായാലും അവർക്കും കൗതുകമുണ്ടാകും. ഈ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു വീട്ടിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കുളിക്കാനുമുള്ള സൗകര്യം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി റെഡിയായി വേണം നമുക്ക് പോർട്ടിലേക്ക് പോകാൻ. ഈ പൂച്ചേനെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. എടുക്കുന്നു അങ്ങോട്ടേക്ക്. പോർട്ടിലേക്ക് പോകാൻ നമ്മൾ ഇവിടേക്ക് വന്നതുപോലെ തന്നെയുള്ള വണ്ടി എത്തി. വഴിയിൽ കാണുന്ന ആളുകളെല്ലാം നമ്മളെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. സുന്ദരമായ നീലപ്പണുങ്കു തീരങ്ങൾ താണ്ടി നമ്മൾ മുമ്പോട്ടേക്ക് തന്നെ. ഉച്ചഭക്ഷണത്തിനുള്ള സമയമായിരിക്കുന്നു. നല്ല വിശപ്പുണ്ട്. തീരത്തോട് ചേർന്ന് തന്നെയുള്ള ഒരു നാടൻ ഹോട്ടലിൽ നമുക്ക് ഉച്ചക്കത്തേക്ക് വേണ്ട ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ലഞ്ച്. കാട്ടിലൂടെ അത്രയും ദൂരം നടന്നു വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം എല്ലാവർക്കുമുണ്ട്. ഭക്ഷണം വന്നതോടുകൂടി അത് പതുക്കെ അലിഞ്ഞില്ലാതെയായി. കാട്ടിൽ നമുക്കൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ ടീം പത്രോസും ഗുറ്റിയും അലക്സുമെല്ലാം ഇവിടെ വെച്ച് ബൈ പറയുകയാണ്. ഹേരു മാത്രം പതാങ് വരെ ഇനി നമുക്കൊപ്പം തുടരും. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ വലിയ തിരക്കില്ല. ഷിപ്പിൽ കുറച്ച് ആളുകളെ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ വരുമ്പം ഭയങ്കരമായിട്ട് റഷല്ലായിരുന്നു. അത്രയ്ക്കൊരിത് ഇന്ന് കാണുന്നില്ലേ. ഇനിയിപ്പോൾ 1:30 ആകണം ഷിപ്പ് വരാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെതർ കുറച്ച് മോശമാകുന്ന ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ വെതർ നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വെതർ നല്ലതാണ്. കാരണം കഴിഞ്ഞ ദിവസം വെതർ മോശമായിരുന്നല്ലോ. സോ നോ ഇറ്റ്സ് ഓക്കെ. എന്താ 5000 രൂപയ്ക്കുള്ള പൈനാപ്പിൾ. മനുഷ്യന് നെഞ്ച് കത്തിയിട്ടാണ് ഈ പൈനാപ്പിൾ വാങ്ങിച്ചത്. 5000 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപ 25 രൂപ കേട്ടാ. ചെയ്യ 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 ചെല എല്ലാവർക്കും നമ്മളുടെ ഇന്ത്യക്കാരുടെ പാട്ടും ഒക്കെ അറിയാം കേട്ടാ. എങ്ങനെ ഞാൻ ആദ്യം വാങ്ങിച്ചിട്ട് പൈനാപ്പിൾ 5000. അല്ല ഇപ്പൊ അവിടെ പൈനാപ്പിൾ വാങ്ങാൻ പോയി. 5000 ഒരു പീസ് വാങ്ങിച്ചു. നമ്മളെ ഈ കക്ഷി വന്നിട്ട് ഇന്ത്യൻ ഇന്തോനേഷ്യൻ ഫ്രണ്ട്. എത്ര പീസ് കിട്ടി? എത്ര പീസ്? അവസാനം 15000 രൂപയ്ക്ക് നമ്മള് 6 പീസ് പൈനാപ്പിൾ എല്ലാം എടുത്തോളൂ. അധികം വൈകാതെ തന്നെ ഷിപ്പ് വന്നെത്തി. നമ്മളെല്ലാവരും ഷിപ്പിലേക്ക് കയറി. ഇനിയൊരു 5 മണിക്കൂർ നമ്മൾ ഈ ഷിപ്പിനുള്ളിലാണ്. നെറ്റ്വർക്കൊക്കെ ഓണാക്കി വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചു. കുറേയധികം നാളുകൾക്ക് ശേഷം വീണ്ടും ആ ഒരു നെറ്റ്വർക്കിൻ്റെയൊക്കെ ലോകത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കടൽ അത്ര ശാന്തമായിട്ടില്ല, നല്ല റഫാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്പീഡ് വെസൽ ചാടിത്തുള്ളിയാണ് പോകുന്നത്. ചില സമയങ്ങളിൽ തിരമാലകൾ മേളിത്തെ ഓപ്പൺ ഡെക്കിലേക്ക് അടിച്ച് കയറുന്നുമുണ്ട്. പക്ഷേ ഇതൊരു രസമുള്ള അവസ്ഥയാണ്. നമ്മളേതോ വാട്ടർ തീം പാർക്കിലെ റൈഡിലൂടെ പോകുന്ന ഫീലൊക്കെ യാത്രയുടെ അവസാന ഭാഗത്ത് നമുക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. കുറച്ചു നേരം നമ്മളെല്ലാവരും മുകളിലിരുന്ന് ആ തിരമാലകളിൽ കുളിക്കുക തന്നെ ചെയ്തു. അതിനുശേഷം ഉറങ്ങിക്കിടന്നിരുന്ന വേദയെ വിളിച്ചുകൊണ്ടുവന്ന് ആ തിരകളിൽ നനച്ചെടുത്തു. ഒടുവിൽ നമ്മൾ പതാങ്ങിൻ്റെ തീരത്തേക്ക് അടുത്തിരിക്കുന്നു. ഇവിടെങ്ങും തെളിഞ്ഞ കാലാവസ്ഥയാണ്. ദ്വീപിലുള്ളത്ര ചൂടും ഇവിടില്ല. നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മേഖലയാണ് പതാങ് എന്നുള്ളത് കൊണ്ട് തന്നെ അനവധി വാട്ടർ ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. സൂര്യൻ അങ്ങനെ പതുക്കെ അസ്തമിക്കാൻ പോവുകയാണ്. ഷിപ്പ് പതുക്കെ പോർട്ടിലേക്ക് അടുത്തു. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെയാണ്. കാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ചെരുപ്പ് പോലും വേണ്ടെന്നാണ് പറയുന്നത്. ഇന്നത്തെ രാത്രി എല്ലാവരും പതാങ്ങിലെ ഹോട്ടലിൽ കഴിച്ചുകൂട്ടി. അതിരാവിലെ എണീറ്റ് ഇനി ഓരോരുത്തരായി ബൈ പറഞ്ഞു പോവുകയാണ് അവരുടെ നാട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക്. അടുത്ത കാട്ടിൽ വെച്ച് കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ വേദയും കൊണ്ട് ഒരു ഇങ്ങനത്തെ ട്രിപ്പിന് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അവൾ എപ്പോഴും ഒരു ലെഷർ ട്രിപ്പ് മോഡിലാണ്. എനിക്ക് അവളെ കണ്ടറിയാൻ പറ്റി, അവൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. സോ ഈ ട്രിപ്പ് ഐ പുട്ട് ഹർ ഇൻ ദ വേസ്റ്റ്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പിൽ അവളെ എടുത്തുകൊണ്ട് പോയാൽ എനിക്കൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റി. ആൻഡ് എല്ലാവരും ഭയങ്കര കോപ്പറേറ്റിംഗ് ആയിരുന്നു. ഈവൻ സാഹചര്യത്തിനകത്ത് ബിഹേവ് ചെയ്യുന്നത്, പിള്ളേർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ മെയിനായിട്ട് പറ്റും. അവരനുസരിച്ചിട്ട് ബാക്കി അഡൾട്ട്സും ബിഹേവ് ചെയ്യുന്നു. എല്ലാവരും അവരുടെ ഭയങ്കര ജോളി മൂഡിലാവുന്നു. നമ്മുടെ ഈവൻ ദ ക്രൗഡ്, നമ്മൾ എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ സെയിം കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ഒരുമിച്ച് വന്നതുകൊണ്ട് ഭയങ്കര, ഈവൻ നമ്മുടെ ഗൈഡ്
പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല നമ്മൾ ഒരുമിച്ച് വന്നതല്ല, പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളി വിചാരിച്ചത് തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് വന്ന ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരാണ്. സോ ആ ഒരു ബോണ്ടിങ് ആയിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്നത് തന്നെ. ദാറ്റ്സ് ഓൾവേസ് എ ഗുഡ് മെമ്മറി ഫോർ മീ. പാപ്പു, വാട്ട് ഹാപ്പൻ? നല്ല രസമുണ്ട്. കാണാം അടുത്ത യാത്രയിൽ, അടുത്ത കാട്ടിൽ. യെസ്. ഇനി നമുക്ക് അടുത്ത വക്കത്തോപ്പി ട്രിപ്പിന് കാണാം. ബജോ ട്രൈബിൻ്റെ കൂടെ. യെസ്. ഗോപേട്ടൻ, നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാം. നമ്മൾ നേരെ ഇനി എയർപോർട്ടിലേക്കാണ്, ഇവിടെ നിന്നും മലേഷ്യയിലേക്ക്. എനിക്ക് അപ്പം ഞങ്ങൾ എല്ലാവരും ബൈ പറഞ്ഞ് യാത്ര തുടങ്ങിയെടുത്ത് തന്നെ യാത്ര അവസാനിപ്പിച്ച് വീണ്ടും എയർപോർട്ടിലോട്ട് കേട്ടോ. അങ്ങനെ നീറ്റോ കമ്പനി എന്ന മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബർ കൂടി ജനനം കൊണ്ടിരിക്കുന്നു. ഈ യാത്രയിലുള്ള കുറേ അൺകട്ടഡ് ആയിട്ടുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് നീറ്റോയുടെ ചാനലുണ്ട്. അപ്പം ചാനലിലെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ വെച്ചേക്കാം. കാണുക, അഭിപ്രായം പറയാം, നമ്മുടെ സ്നേഹമൊക്കെ അറിയിക്കുക. അതെ. നേരെ പതാങ്ങിൻ്റെ മിനാങ് ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നു ചേർന്നു. ഇനി ഇവിടെ നിന്നും നേരെ കോലാലംപൂരിലേക്ക് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടേക്ക് എത്തിച്ചേരും. ട്രിപ്പ് ബൈ സുധി എന്ന നമ്മളുടെ ട്രാവൽ കമ്പനിയുടെ ആദ്യത്തെ ഗ്രൂപ്പ് സക്സസ്ഫുള്ളി പൂർത്തിയാക്കി വീണ്ടും നമ്മൾ തനിച്ചുള്ള യാത്രയിലേക്ക് പോവുകയാണ്. പാതി വഴിയിൽ വച്ച് നിർത്തിയ സുലാവസിയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള നമ്മളുടെ ബൈക്ക് റൈഡ് വീണ്ടും തുടരണ്ടേ? യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം അത്തരം യാത്രകൾ കണ്ടക്ട് ചെയ്യാനാവില്ല എന്നതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇത്തരം ഗ്രൂപ്പുകൾ കൂടി കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുന്നു. സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.